നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റഫീഖ് ചക്കരപ്പാടാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്മാനക്കടുത്തുള്ള ബഷീർക്ക് തുടങ്ങി വെച്ചൊരു ഫ്രൂട്ട്സ് കടയാണ്. ഒരുപാട് കാലം പ്രവാസ ജീവിതമൊക്കെ നയിച്ച് അവസാനം ഒന്നും എത്താത്തൊരവസ്ഥയിൽ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഈ പറയുന്ന ഒരു ഫ്രൂട്ട്സ് കട. അറുപശാലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ചെറിയൊരു പെട്ടിവണ്ടിയിലാണ് മൂപ്പരെ തുടങ്ങി വെച്ചേക്കുന്നത്. നിങ്ങളതിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറുക, ആളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ബഷീർ ഖാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബഷീർ കട, ഫ്രൂട്ട്സ് കട. നമ്മുടെ ഗാർഡിയൻ ഹോസ്പിറ്റലിലേക്ക് മുമ്പ് പോയിരുന്ന വഴിയില്ലേ, ആ കയറിനോടത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കടയാണ് നമ്മുടെ ബഷീർ കട കട. നമുക്ക് നേരെ ബഷീർ കടയിൽ നിന്ന് കേൾക്കാനില്ല. എല്ലാം ഫ്രഷാണ്, ഒന്നും ഇതില്ല, എല്ലാം ഒറിജിനൽ സാധനമാണ്. ചെറിയ വിലയേ ഉള്ളൂ. കടയിലെ പാതി വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ ജീവിതത്തിലൊന്നും വേണ്ട, ലാഭമൊന്നും സമ്പാദിച്ചിട്ടില്ല, ഇനിയും സമ്പാദിക്കാൻ പോകണില്ല. അപ്പോൾ ഇതുവരെ ജീവിക്കണം മരണം വരെ. അതിന് വീട്ടിൽ പട്ടിണി എടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക, ഹെൽപ്പ് ചെയ്യുക, സാധനങ്ങൾ മേടിച്ചിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ബഷീർക്ക് പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, പട്ടിണി നടക്കാണ്ട് ജീവിച്ചു പോകണം എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും നമ്മളെ മനസ്സിൽ വെക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മളെ ബഷീർ ഖാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബഷീർ ഖാനെ കട ഇരിക്കുന്നത് അറുപശാലയിലാണ്. നമ്മുടെ ഗാർഡിയൻ ഹോസ്പിറ്റലിലേക്ക് പണ്ട് നമ്മൾ പോയിരുന്ന റോട്ടിലേക്ക് കയറുന്നതിൻ്റെ ഇടത്തെ സൈഡിലായിട്ടാണ് ഈ ഒരു ചെറിയൊരു വണ്ടിയിൽ മൂപ്പര് ഫ്രൂട്ട്സ് നടത്തുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.